ഹായ് ഓൾ, എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു ശക്തി മന്ത്ര ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇന്ന് സന്ധ്യയ്ക്ക് ചാൻറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ സന്ധ്യയ്ക്ക് ചാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം വളരെ പ്ലസൻ്റായിട്ട് ഒരു ഹാപ്പി ഫീലിംഗ്, ഒരു പീസ്ഫുൾ ഫീലിംഗ് ഒക്കെ തോന്നി. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. അതിനുശേഷം രാത്രിയിൽ എന്നത്തേയും പോലെ കിടന്നുറങ്ങി. നല്ല ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റി. പിന്നെ രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ അമ്മയെയാണ് കാണുന്നത്, സാക്ഷാൽ ശ്രീ ആദിപരാശക്തി അമ്മയെ. വളരെ ചിരിച്ച മുഖത്തോടു കൂടി അമ്മയുടെ 2 കരങ്ങളും എൻ്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന അമ്മ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിനുശേഷം ഞാൻ എന്നും രാവിലെ കീർത്തനം ഇടാറുണ്ട്. അപ്പോൾ ഫോണെടുത്ത് ഞാൻ കീർത്തനം ഇട്ടപ്പോൾ ഫസ്റ്റ് വന്നത്, ഫോണെടുത്ത് ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പോൾ ഫസ്റ്റ് വന്നത് അമ്മയുടെ കീർത്തനമാണ്. ഞാനതിട്ടു. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സോങ്ങായിരുന്നു. എന്നും ഞാൻ കേൾക്കുന്നത് ഈയിടെയായിട്ട് അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, ചിലപ്പോൾ അല്ലെങ്കിൽ രാമനാമം, ഓം നമഃ ശിവായ, അതൊക്കെയാണ് കൂടുതലും കേൾക്കുന്നത്. പക്ഷെ ഇന്ന് വ്യത്യസ്തമായിട്ട് അമ്മയുടെ ഭക്തിഗാനമാണ് വന്നത്. കുറേ നേരം ഞാനത് കേട്ടു. എനിക്ക് ഒന്നുകൂടി ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. അതിനുശേഷം ഒരു ഉച്ചയായപ്പോൾ ഒരു ഷോർട്സ് കണ്ടു ഞാൻ. മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ എങ്ങനെ ദർശനം നടത്തണം എന്ന് വിവരിക്കുന്ന ഒരു ഷോർട്സ്. അതിൽ വിവരിക്കുന്ന വ്യക്തി ആദ്യം മൂകാംബിക അമ്മയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതിനുശേഷം എങ്ങനെ ദർശനം നടത്തണം എന്ന് പറയുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് വിവരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി അമ്മയെ കണ്ട് ക്ഷേത്രത്തിൽ എല്ലാ ദർശനങ്ങളും നടത്തിയതുപോലെ എനിക്കത് ഫീൽ ചെയ്തു. ഒരു ദർശനം കിട്ടിയതുപോലെ. അപ്പോൾ ഇന്ന് ഫുള്ളും എനിക്ക് ഇപ്പോഴും അമ്മയുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് സന്ധ്യയ്ക്കും ചാൻറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളിന്ന് സന്ധ്യയ്ക്ക് ചാൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. ഒരു പാട്ടിലൂടെയോ നിങ്ങൾ കാണുന്ന കാഴ്ചകളിലൂടെയോ ഒക്കെ. ഇപ്പോൾ അമ്മയുടെ രൂപത്തിലല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ രൂപത്തിലായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഡിവൈൻ മെർജിങ് ആണ് സംഭവിച്ചത്. ഓക്കെ, ഈശ്വരൻ നമ്മളുടേതാകുന്നു, നമ്മൾ ഈശ്വരൻ്റേതാകുന്നു. ഇറ്റ്സ് എ വെരി ഹാപ്പി മൊമെൻറ്റ്. എൻ്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ ഒരുപാട് സങ്കടങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എനിക്ക് ഇത്രയും സങ്കടങ്ങൾ തന്നത്? ഞാൻ ഇതിനു വേണ്ടി ഇത്രയ്ക്കും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അമ്മയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത തെറ്റുകളെക്കാളും വലിയ ശിക്ഷകളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഉണർന്ന ആ നിമിഷം മുതൽ എനിക്ക് തോന്നിയത്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരിക്കാം ഞാൻ ഈ യാത്രയിലൂടെയൊക്കെ, ഈ സങ്കടങ്ങളിലൂടെയൊക്കെ നടന്ന് കയറി എത്തിയത് എന്ന്. ഈ പ്രപഞ്ചത്തിന് തന്നെ നാഥയായിട്ടുള്ള അമ്മയുടെ സ്നേഹവും പരിലാളനയും കിട്ടാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ഏതായാലും ആ ഈശ്വര രൂപത്തിലാകും നിങ്ങൾക്ക് ഡിവൈൻ മെർജിങ് ഉണ്ടാകുന്നത്. അപ്പോൾ അമ്മയെ കുറച്ചുകൂടി കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും സാധിച്ചതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അമ്മയിൽ ഞാൻ കണ്ട ഭാവം എന്ന് പറയുന്നത് വളരെയധികം സ്നേഹത്തോടെ, വളരെയധികം
പ്രസന്നവതിയായി നിൽക്കുന്ന അമ്മയാണ്. എന്നെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന അമ്മ അങ്ങനെയാണ്. അതേസമയം അമ്മയുടെ പുറകിൽ ഞാൻ കണ്ടത് ഒരു കറുത്ത ഒരു രൂപം, ഇരുട്ടിൽ ഒരു രൂപം. ആ രൂപം എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. അമ്മയ്ക്ക് പുറകിലായി അമ്മയുടെ കാളി രൂപം കാണാൻ സാധിച്ചു. അമ്മയുടെ കാളി രൂപം എന്നിൽ നിന്നും ആ നെഗറ്റീവ് എനർജിയെ അകറ്റി നിർത്തുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതായത് നമ്മുടെ ഈ മന്ത്രം ചാൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഭയം അകന്നു പോവുകയും നമ്മളെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഇൻസെക്യൂരിറ്റീസ് അങ്ങനെയുള്ള ചിന്തകൾ അകന്നു പോവുകയും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ബ്ലോക്കേജസ് അകന്നു പോവുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ യാത്ര സുഗമമാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോകേണ്ടുന്ന യാത്രയിലൂടെ ആ വഴികളിലൂടെ പോയാലേ മതിയാവുകയുള്ളൂ. അവിടെ നമുക്ക് എളുപ്പ വഴികളൊന്നുമില്ല. ആ വഴികളിലൂടെ തന്നെ പോകണം. പക്ഷേ അമ്മയുടെ ഗൈഡൻസോടുകൂടി അമ്മയെന്ന സാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുമ്പോൾ അവിടെ നമ്മുടെ വഴിയെ അത് സുഗമമാക്കി തരുന്നു. നെഗറ്റീവ് എനർജീസ് നമ്മൾ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പല രൂപത്തിൽ പ്രലോഭനങ്ങളായിട്ടാകാം, അല്ലെങ്കിൽ ദേഷ്യമോ വാശിയോ, അതുമല്ലെങ്കിൽ ഈ ജേണിയെക്കുറിച്ചുള്ള സംശയമോ നിരാശയോ ദുഃഖമോ, ഇനി ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെ രൂപത്തിലോ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള തകർച്ച, പല രൂപത്തിൽ നെഗറ്റീവ് എനർജീസ് നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളത് ഒരു വെളിച്ചമാണ്. ഏത് വലിയ ഇരുട്ടിനെയും ഭേദിക്കാൻ കഴിയുന്നത് ഒരു ചെറിയ വെളിച്ചത്തിന് സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ളത് ചെറിയൊരു വെളിച്ചമാണ്. ആ വെളിച്ചത്തെ ഇല്ലാതാക്കാനാണ് നെഗറ്റീവ് എനർജീസ് മനുഷ്യനിലൂടെയും അല്ലാതെയും ശ്രമിക്കുന്നത്. ആ സമയത്ത് അമ്മ നമുക്ക് കരുതലായി നിന്നുകൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വഴി നടത്തുകയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഞാനെന്ന വ്യക്തിയിലൂടെ നിങ്ങളിൽ ഓരോരുത്തരിലേക്കും എത്താനുള്ള ഒരു ഉപാധിയാണ് ഈ വീഡിയോസ്. അപ്പോൾ ഞാനെന്ന വ്യക്തിയിലൂടെ അമ്മ നിങ്ങളിലേക്കും എത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ആദിശക്തി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയ കാര്യമാണ്. ഒന്നുകൂടി പറയാം. ഏറ്റവും ആദ്യത്തേതായിട്ടുള്ളതും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളതുമായിട്ടുള്ള ശക്തിയാണ്. അപ്പോൾ ആ ആദിശക്തിയുടെ ഒരു അണുവാണ്, അണുമാത്രമായ വളരെ ചെറിയ ഒരു തോതിലാണ് നമ്മുടെ ഉള്ളിൽ ശക്തിയുള്ളത്. DM എന്ന് പറയുന്നത് ശിവ എന്ന് പറയുന്ന സങ്കല്പവും DF എന്ന് പറയുന്നത് ശക്തി എന്ന സങ്കല്പവുമാണ്. ആ ശക്തി എന്ന് പറയുന്നത് ആദിശക്തിയുടെ ആ ശക്തിയുടെ അണുവിൻ്റെ ഒരണു മാത്രമാണ്. അപ്പോൾ നമ്മൾ അമ്മയുടെ മക്കളായിട്ട് ആണ് വരുന്നത്. അമ്മ സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ തയ്യാറായി നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മയെ വളരെയധികം സ്നേഹത്തോടും ഭക്തിയോടും കൂടി സ്വീകരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജേണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എനിക്ക് ഇന്നലെയാണ് ഡിവൈൻ മെർജിങ് ഉണ്ടായത്. നിങ്ങൾക്കത് നാളെ ആയിരിക്കാം. നിങ്ങൾ ഇന്ന് മുതലല്ലേ ചെയ്തു തുടങ്ങിയത്? ഞാൻ ഇന്നലെ മുതലേ ചാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഡിവൈൻ മെർജിങ് സാധ്യമാകും. അമ്മയിൽ ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അമ്മയുടെ ശക്തിയിലും ഈ ശക്തി മന്ത്രയിലും പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിൽ ഡിവൈൻ മെർജിങ് സാധ്യമാകാനായി അമ്മ ഒരു മാർഗമായി എന്നെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു.
നിങ്ങൾക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഡിവൈൻ മെർജിങ് സാധ്യമായി കഴിഞ്ഞാൽ, ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതേ ജേണിയിൽ പോകുന്ന വ്യക്തികൾക്ക് അവർക്കും കൂടി അതൊരു ഗൈഡൻസ് ആകും. അതിലൊരാളെയെങ്കിലും ഡിവൈൻ മെർജിങ്ങിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ഒരു കമൻറ്റിന് സാധിച്ചാൽ അതിൽ പരം പുണ്യം വേറെന്താണുള്ളത്. എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളൊരു പക്ഷേ മന്ത്രം ചാൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ചാൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണ്. അതുപോലെ ചാൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് ആ മെർജിങ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളെ സ്വയം പരിശോധിക്കാനായിട്ട് ഞാൻ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും മറ്റ് ഡിവൈൻ ഫെമിനൈൻസിന് ഒരു സഹായമാകുന്ന വിധം നിങ്ങളുടെ അനുഭവം രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ. അമ്മയെ കുറച്ചുകൂടി അടുത്തറിഞ്ഞു എന്ന ആ ഒരു സന്തോഷത്തിൽ ഒന്നുകൂടി ഞാൻ ആ മന്ത്രം ഒന്ന് ചാൻറ്റ് ചെയ്യാണ്. ആദിശക്തി 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 നമോ നമോ. സരാബ് ശക്തി സരാബ് ശക്തി സരാബ് ശക്തി നമോ നമോ. പ്രഥം ഭഗവതി പ്രഥം ഭഗവതി പ്രഥം ഭഗവതി നമോ നമോ. കുണ്ടലിനി മാതാശക്തി മാതാശക്തി നമോ നമോ. ശബ്ദം നല്ല രീതിക്ക് അടഞ്ഞിരിക്കുകയാണ്, എന്നാലും പറ്റാവുന്ന രീതിയിൽ പാടിയിട്ടുണ്ട്. ഡിവൈൻ മെർജിങ് സാധ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ഡിവൈനോടും യൂണിവേഴ്സിനോടും അമ്മ ശ്രീ ആദിപരാശക്തി അമ്മയോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ ഈ യാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിവൈൻ മെർജിങ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ മദർ വൂൺസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ടോക്സിക് പാരൻറ്റിങ്ങോ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഒരു ആത്മാർത്ഥമായ സ്നേഹം കിട്ടാതെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ ആ മദർ വൂൺസും കൂടി ഹീൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും.